ദൈവമക്കളെ നോക്കിയിട്ട് ഞാൻ പറയട്ടെ, ദൈവാനുഗ്രഹം മാത്രം പോരാ, മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ശരിയായാലേ സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറകളുടെ മേൽ ഒരു അനുഗ്രഹം വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ചില കുടുംബങ്ങൾക്കെതിരായിട്ട് നീ ഡെയിലി കല്ലെറിയപ്പെടുമ്പോ, ചില വ്യക്തികൾക്കെതിരായിട്ട് നീ ഡെയിലി കല്ലെറിയപ്പെടുമ്പോ, ചില സ്വന്തക്കാർക്ക് വേണ്ടി ഡെയിലി നീ കല്ലെറിയപ്പെടുമ്പോൾ മറക്കരുത്, നിന്റെ തലമുറയുടെ മേലൊരു അനുഗ്രഹത്തിന്റെ തടസ്സമാണത്. ഇന്നുകൊണ്ട് നിർത്തിക്കോളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നുകൊണ്ട് നിർത്തിക്കോളണം. ഇന്നുകൊണ്ട് ദൈവമക്കളെ, ആമേൻ, ഇത് കേട്ട് എന്റെ അനുഗ്രഹത്തെ നശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. എനിക്ക് ഇച്ചിരി കേൾക്കാൻ ഇൻട്രസ്റ്റ് കൂടുതലുള്ള വ്യക്തിയാണ്. കേട്ടാ എന്റെ അനുഗ്രഹം പോകുമെന്ന്. എറിയുന്നവന് മാത്രമല്ല, എറിയാൻ കൂട്ടു നിൽക്കുന്നത് തെറ്റാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ നാളുകൾ കല്ലെറിയാൻ തുടങ്ങുന്നതിന്റെ മധ്യത്തിലേക്ക് നീ പോകരുത്. ആമേൻ, കല്ലെറിയുന്നവരെ നീ തിരുത്തി വിടുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം. ശ്രദ്ധിക്കാം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. ഒരു വാക്യം കൂടെ വായിച്ചോളൂ. 2-ാം അധ്യായം 52-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പൊ യേശുവിന്റെ വളർച്ചാ ഘട്ടങ്ങളെ കുറിച്ചാണ് അല്പം ഒന്ന് ധ്യാനിക്കുന്നത്. കർത്താവ് ദേശത്ത്, സമൂഹത്ത്, ഭവനത്ത്, ആമേൻ, ഈ ലോകത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായി വളർന്നു വന്നു. യേശു കർത്താവ് എങ്ങനെ വളർന്നു? യേശു കർത്താവ് ഏത് വിധത്തിൽ, എപ്രകാരമാണ് അനുഗ്രഹിക്കപ്പെട്ടത്? നമുക്കറിയാം, യേശു ചെറുപ്രായത്തിലെ വളർന്ന് വന്ന് ഒടുവിൽ രോഗികളെ സൗഖ്യമാക്കുന്ന, ആമേ പട്ടണങ്ങളിൽ അത്ഭുതം ചെയ്യപ്പെടുന്ന, ആമേ പള്ളികളിൽ അത്ഭുതം ചെയ്യപ്പെടുന്ന, ആമേ മനുഷ്യർക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവനെ തന്നെ കൊടുക്കത്തക്ക വിധത്തിൽ സ്തോത്രം രാത്രിയിലും പകലിലും പ്രാർത്ഥിക്കുന്ന നല്ലൊരു പ്രാർത്ഥന അനുഭവമുള്ള, അങ്ങനെ യേശുവിനെക്കുറിച്ച് വർണ്ണിച്ചാലും തീരാത്ത വിധത്തിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് പോയപ്പോൾ ക്രിസ്തുവിൻ്റെ ബാല്യകാലത്തിലെ ചില അനുഭവങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ തലമുറകളുടെ മേൽ അനുഗ്രഹം വരാൻ സാധ്യതയല്ല, വരും. നമ്മുടെ തലമുറകളുടെ മേൽ യേശുവിനെ പഠിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ തലമുറകളിലേക്ക്, നിങ്ങളുടെ അടുത്ത തലമുറകളിലേക്ക് ഒരു അനുഗ്രഹം കടന്നു വരുവാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ ബാല്യകാലം നമുക്കൊന്ന് കണ്ണോടിക്കാം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ ഗോഡ് ബ്ലസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾക്ക് വേണേൽ ക്രിട്ടിസൈസിങ് മൈൻഡോട് കൂടി ഇങ്ങനെ ചോദിക്കാനേ കഴിയും, എടാ എന്നെ അനുഗ്രഹിക്കാൻ നീ ആര്? നിനക്കതിനുള്ള ക്വാളിറ്റി ഉണ്ടോ? നിന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവനല്ലയോ ഞാൻ? നിന്നേക്കാളും അനുഗ്രഹിക്കും, ആദ്യം നീ തന്നെ അനുഗ്രഹിക്കപ്പെട്, എന്നിട്ട് എന്നെ അനുഗ്രഹിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ പിശാച് സ്വാധീനിക്കുന്ന മനസ്സിനങ്ങനെ, ഉടമസ്ഥർക്ക് അങ്ങനെ ചിന്തിക്കാം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപ യേശുവിൻ്റെ മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെയോ ചിന്തിച്ചു, യേശുവിന് മനുഷ്യൻ്റെ അനുഗ്രഹം വേണോ? 66 പുസ്തകവും നമുക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. 66 പുസ്തകത്തിനകത്തൊരു വള്ളിയും പുള്ളിയും നമുക്ക് കളയാൻ പറ്റത്തില്ല, അതങ്ങനെ ആയിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ മേൽ വന്ന അനുഗ്രഹത്തിൻ്റെ 2 സ്രോതസ്സുകൾ ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലാണ് യേശു എന്ത് ചെയ്തത്? വളർന്നു വന്നത്. ഇവിടെ യേശുവിനെ നമ്മൾ റോൾ മോഡലായി വെക്കുമ്പോൾ, യേശുവിനെ നമ്മൾ അനുകരിക്കുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നു, യേശു കർത്താവ് വളർന്നു വന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. യേശു കർത്താവ് വളർന്നു വന്നത് മനുഷ്യന്റെ കൃപയാൽ. യേശു കർത്താവ് വളർന്നു വന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ. യേശു വളർന്നു വന്നത് മനുഷ്യന്റെ അനുഗ്രഹത്താൽ. ഹല്ലേലൂയ. എന്നിട്ടും ചിലരൊന്നും പൊട്ടിക്കുന്നില്ല. അങ്ങനെയൊന്നും അങ്ങോട്ട് പറയാൻ പറ്റൂല, അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നേ. സ്തോത്രം. വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ക്രിസ്തു യേശുവിൻ്റെ പ്രത്യേകത 2 സൈഡിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. തൻ്റെ ബാല്യത്തിൽ സ്വന്തം മേളിൽ നിന്നുള്ള അനുഗ്രഹവും ഉണ്ടായിരുന്നു,
സഹവിശ്വാസികളുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ആമേൻ. യേശുവിൻ്റെ കൂടെ സ്വന്തം വീട്ടിനകത്ത് നിന്നുള്ള അനുഗ്രഹം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ ആമേൻ യോസേഫിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. യേശുവിനെ മറിയ അനുഗ്രഹിച്ചു, യേശുവിനെ ജോസഫ് അനുഗ്രഹിച്ചു, യേശു കർത്താവിനെ നാട്ടുകാർ അനുഗ്രഹിച്ചു, യേശുവിനെ സ്വന്തക്കാർ അനുഗ്രഹിച്ചു. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമല്ല മനുഷ്യന്റെ കൃപയിലും മുതിർന്നു വന്ന് അനുഗ്രഹത്തിലേക്ക് യേശു കർത്താവ് കടന്നു ചെന്നുവെങ്കിൽ ദൈവമക്കളെ നോക്കിയിട്ട് ഞാൻ പറയട്ടെ, ദൈവാനുഗ്രഹം മാത്രം പോരാ, മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ശരിയായാലേ സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറകളുടെ മേൽ ഒരു അനുഗ്രഹം വരത്തുള്ളൂ. മാനുഷികമായ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. നീ ദീർഘായുസോടുകൂടി ഇരിക്കപ്പെടുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് ബൈബിൾ എഴുതിയിരിക്കപ്പെടുന്നു. അപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹം ആരംഭിക്കണം. പിള്ളേരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു, സമർപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞിനെ സഹായിക്കണം, എൻ്റെ കുഞ്ഞിനെ വർദ്ധിപ്പിക്കണം, നല്ല ബുദ്ധി കൊടുക്കണം, നല്ല ജ്ഞാനം കൊടുക്കണം, നല്ല അഭിഷേകം കൊടുക്കണം, നല്ല കൃപ കൊടുക്കണം, നല്ല അനുഗ്രഹം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം കുടുംബത്തിനകത്ത് നിന്നുള്ള അനുഗ്രഹം കൂടെ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. തലമുറകളുടെ മേൽ മാതാപിതാക്കളുടെ അനുഗ്രഹം കടന്നു വരപ്പെടട്ടെ, തലമുറകളുടെ മേൽ സ്വന്തക്കാരുടെ അനുഗ്രഹം കടന്നു വരപ്പെടട്ടെ, വേണ്ടപ്പെട്ടവരുടെ അനുഗ്രഹം കടന്നു വരപ്പെടട്ടെ എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്, 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 പ്രൈസ് ദ ലോർഡ്. കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം. തലമുറകളുടെ മേൽ അനുഗ്രഹം വ്യാപരിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ. ആമേൻ. പേരൻസിന് ദൈവം പണിയട്ടെ, ആമേൻ. പേരൻസിന് ദൈവം പണിയട്ടെ, 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 പണിയട്ടെ. യേശുവിൻ്റെ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ ഗുണമെന്ന് നോക്കാം. പ്രൈസ് ഗോഡ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആമേൻ. വിശുദ്ധ മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് അവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. വായിക്കാം. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായിക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. 1. 2 ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യം. നിന്റെ ചാർച്ചക്കാരി എലീശബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. മതി. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് വിശദീകരിക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 2:19. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൂതൻ വന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചപ്പോൾ അത് ഹൃദയത്തിലിട്ട് ഇങ്ങനെ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരമ്മ. കല്യാണം കഴിയുന്നതിന് മുമ്പ് നീ ഗർഭിണിയാകും എന്ന് പറഞ്ഞപ്പോൾ കർത്താവേ എൻ്റെ ജീവിതത്തെ നീ ഈ വിധത്തിലാണോ ഹേമിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, ദൈവഹിതം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. 1. ദൈവഹിതത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുവാൻ മനസ്സുള്ള ഒരു അമ്മയുടെ മോനാ യേശു. ദൈവത്തിന്റെ വചനം ദൂതൻ വന്ന് പറഞ്ഞ സമയത്തിന് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെ ധ്യാനിച്ച് ദൈവവചനത്തിൽ കീഴ്പ്പെട്ടിരുന്ന ഒരു അമ്മയുടെ മോനാണ് യേശു. നിങ്ങൾ പറയും, എൻ്റെ പിള്ള അനുഗ്രഹിക്കപ്പെടുന്നില്ല, എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുന്നതേ ഇല്ല, എൻ്റെ കുഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ ശരിയാകാൻ തുടങ്ങപ്പെടുമ്പോൾ
അമ്മ ശരിയാകാൻ തുടങ്ങപ്പെടുമ്പോൾ മക്കളുടെ മേലൊരു അനുഗ്രഹം വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ധ്യാനിച്ചു നോക്ക്, ഒന്ന് പഠിച്ചു നോക്ക്, ഒന്ന് അനുസരിച്ച് നോക്ക്, ഒന്ന് ശ്രമിച്ചു നോക്ക്. അത്ഭുതം നീ ഈ ആഴ്ചയിൽ തന്നെ കാണും. കാരണം ഇത് ദൈവത്തിന്റെ വചനമാകൊണ്ട് വചനത്തിന് നീക്കുപോക്കില്ല. വചനം അപ്രകാരം തന്നെ കടന്നു വന്ന് ക്രിയ ചെയ്തേ പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ മോനായ യേശു പ്രാർത്ഥിക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത് ആ കുടുംബാന്തരീക്ഷത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആമേൻ. അല്ലാതെ അമ്മയ്ക്കും അപ്പനും ഒക്കെ കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നതല്ല. ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ വരുന്ന അനുഗ്രഹം. അപ്പോൾ വചനം കേൾക്കാൻ മനസ്സുള്ളൊരമ്മയായിരുന്നു മറിയ. ദൈവഹിതം അങ്ങനെയാണെങ്കിൽ അതിനെ കുതറി തട്ടി മാറാതെ കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് കീഴ്പ്പെടാൻ മനസ്സുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അത് മനുഷ്യൻ കുറ്റം പറഞ്ഞാലും, മനുഷ്യൻ വേദനിപ്പിച്ചാലും, മനുഷ്യൻ എന്നെ ഒറ്റപ്പെടുത്തിയാലും, എനിക്കെതിരായിട്ട് അപരാധത്തെ തൊടുത്തുവിട്ടാലും, എനിക്കെതിരായിട്ട് അന്യായം പറഞ്ഞാലും, ദൈവഹിതം അങ്ങനെയാണെങ്കിൽ ആ ദൈവഹിതത്തെ ഞാൻ അംഗീകരിക്കുക. അങ്ങനെ പറയാൻ മനസ്സുള്ള ഒരമ്മയായിരുന്നു മറിയ. അപ്പനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ സഹോദരങ്ങളെ. അപ്പനെ കുറിച്ച് ആദ്യം നമ്മൾ വായിച്ചു മത്തായി സുവിശേഷം 1:19. ജോസേഫ് നീതിമാനായിരുന്നു, അതുകൊണ്ട് അവൾക്ക് ലോകാപവാദം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരിക്കൽ കൂടി പറയാം. ജോസേഫ് മറിയത്തെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മനസ്സമ്മതമെല്ലാം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ ഗർഭിണിയാകാൻ പോവുകയാണ്, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ കടന്നു വരപ്പെടും, യേശു എന്നുള്ള പേരിൽ. അപ്പം കർത്താവിൻ്റെ വാഗ്ദത്വവും വന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മറിയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഗർഭിണിയാകുന്നു. ആര്? സ്വന്തം മനസമ്മതം കഴിഞ്ഞ പെങ്കൊച്ച്. ആര്? എൻഗേജ്മെന്റ് കഴിഞ്ഞ പെങ്കൊച്ച്. ഹല്ലേലൂയ. ആ വേദന മനസ്സിലാകണമെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ പുരുഷന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നീ കെട്ടാൻ പോകുന്ന പെങ്കൊച്ച് ഗർഭിണിയാണെന്ന് അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഈ പ്രസംഗിക്കുന്ന ആളിനും കേട്ടോണ്ടിരിക്കുന്നവർക്കൊന്നും പിടികിട്ടത്തില്ല. ജോസേഫ് അങ്ങനെ ഒരു വാർത്തയാണ് അറിഞ്ഞത്. ഈ കാലഘട്ടത്തിലെ ജോസേഫുമാരാണ് എങ്കിൽ ഇനി അവൾ വേറൊരുത്തനെ പറ്റിക്കാൻ പാടില്ല. സ്തോത്രം. ഏതൊക്കെ മഞ്ഞപ്പത്രങ്ങളുണ്ടോ അതിലെല്ലാത്തിലും അവളുടെ ഫോട്ടോ സഹിതം. സ്തോത്രം. ഇനി അവളുടെ ബന്ധുക്കൾ, മിത്രാദികൾ, ചാർച്ചക്കാർ, സ്വന്തക്കാർ ആരൊക്കെ ഉണ്ടോ എല്ലായിടത്തും എന്തൊക്കെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ടോ എല്ലാറ്റിലും ഇട്ട് പ്രതികാരം ചെയ്യും. പ്രതികാരം ചെയ്യും. എൻഗേജ്മെന്റിന് മുമ്പിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എന്നെ ചതിച്ച കൊച്ചേ, നിനക്കിനി ഒരു ജീവിതം ഞാൻ വയ്ക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ജോസഫ് കാതുകൾ അറിഞ്ഞു, കെട്ടാൻ പോകുന്ന കൊച്ച് പ്രഗ്നന്റ് ആണ്. ബൈബിൾ എഴുതിയിരിക്കുന്നു ജോസഫ് നീതിമാനായിരുന്നു. ആര്? യേശുവിൻ്റെ അപ്പൻ എന്ന് നമ്മൾ ഭൂമിയിലുള്ള പിതാവ്, വളർത്തച്ഛൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പിതാവായി ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തു തെറ്റിദ്ധരിച്ചെടുക്കരുത്. പക്ഷേ കുടുംബാന്തരീക്ഷത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുകയാണ്. യേശുവിൻ്റെ അപ്പനായിരിക്കപ്പെടുന്ന ജോസേഫിൻ്റെ മനോഭാവം, അവൻ നീതിമാനാകൊണ്ട് കെട്ടാൻ പോകുന്ന കൊച്ചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. ശരിയാ, അവളെ ഞാൻ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ അവൾക്ക് ലോകാപവാദം വരുത്താനായിട്ട് പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വാർത്ത ഇരിച്ചവി അറിയാനായിട്ട് പാടില്ല. ആമേൻ. ഇത് മറ്റൊരാൾ അറിഞ്ഞ് അവൾക്ക് ഒരു അപരാധമോ അപശ്രുതിയോ വരാൻ പാടില്ല എന്ന് ആ ജോസേഫ് ഉള്ളിലൊതുക്കിയിട്ട് രഹസ്യമായി ഗൂഢമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പന്റെ മോനാണ് യേശു. അപ്പന്റെ മനസ്സിനെ തിരിച്ചറിയുക. മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നില്ലയോ? അപ്പൻ അപ്പനാകണം. അപ്പന്റെ മകനാണ് യേശു. എന്താ മറ്റൊരു അതിൻ്റെ ആഴമേറിയ അർത്ഥം? യഹൂദ മതത്തിൻ്റെ ആചാരമനുസരിച്ച് വ്യഭിചാര കുറ്റം ഒരു വ്യക്തി ചെയ്താൽ ഈ യഹൂദന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി
1.5 ഇഞ്ച് കനമുള്ള കരിങ്കൽ കഷ്ണം സ്വരൂപിച്ചിട്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലും. ഇതാണ് ഇന്നത്തെ കാലഘട്ടമല്ല. ആ രീതി അനുസരിച്ച് യഹൂദ പാരമ്പര്യമനുസരിച്ച് വ്യഭിചാരക്കുറ്റം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് മതപരമായ ഒരു അനുഗ്രഹത്തിന് കാരണമാണ്. അപ്രകാരമായിരിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ജോസേഫ് ഇവൾ സ്വത്രം പിഴച്ചവളാണെന്നൊരു വാക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞ് എല്ലാവരും കൊല്ലും. ഈ ഒരു സാഹചര്യത്തിൽ ജോസേഫിന് നിർബന്ധമായിരുന്നു അവളെ ഞാൻ മുഖാന്തരം കല്ലേറ് കൊള്ളാൻ പാടില്ല, അവളുടെ മേലൊരു കല്ല് വന്ന് വീഴാൻ പാടില്ല. അതുകൊണ്ട് അവൻ തീരുമാനിച്ചു, ഞാൻ ഗൂഢമായി ഉപേക്ഷിക്കും. ഞാൻ ഗൂഢമായി ആരും അറിയാതെ അവളെ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ആരും അറിയാതെ ഞാൻ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവളുടെ ശരീരത്തിൽ കല്ലേറ് വന്ന് പതിക്കാൻ പാടില്ല. കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളപ്പെടട്ടെ. എന്താ ദൈവഹിതത്തെ മനസ്സിലാക്കി അതിനെ ഏറ്റെടുക്കുവാനുള്ള മനസ്സുള്ള അമ്മയുടെ മോനായ യേശു. ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ദൈവവചനത്തെ ധ്യാനിക്കുകയും ചെയ്യപ്പെടുന്ന ഒരമ്മയുടെ മോനാണ് യേശു. അതോടനുബന്ധിച്ച സ്വന്തം ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഒരു ഞാൻ മുഖാന്തരം ഒരു കല്ല് ചെന്ന് പതിക്കരുത് എന്ന് നിർബന്ധക്കാരനായിരിക്കുന്ന ഒരു അപ്പൻ്റെ മോനായിരുന്നു യേശു കർത്താവ്. അതുകൊണ്ടാണ് യേശു അനുഗ്രഹിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായി നിങ്ങളത് ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവമക്കളുടെ മധ്യത്തിലേക്ക് ഓർപ്പിച്ചു കൊള്ളപ്പെടട്ടെ. ഇന്നും കല്ലെറിയുവാൻ വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ട വ്യക്തികൾ തന്നെ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. ആരെ കിട്ടിയാലും കല്ലെറിയുക, ആരെ കിട്ടിയാലും കല്ലെറിയുക. ആരെങ്കിലും എനിക്ക് കല്ലെറിഞ്ഞില്ല എങ്കിൽ എനിക്ക് സന്തോഷം കിട്ടത്തില്ല. ആരെങ്കിലും ഒന്ന് കല്ലെറിഞ്ഞില്ല എങ്കിൽ എനിക്കൊരാനന്ദം കിട്ടത്തില്ല. ആർക്കെങ്കിലും ഒരു ഏറ് കൊടുത്തില്ല എങ്കിൽ എന്റെ മനസ്സിന് സമാധാനമില്ല. വാക്കുകൾ ഉപയോഗിച്ച് കല്ലെറിയാൻ വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ട കുടുംബമെന്ന് പറയത്തക്ക വിധത്തിലേക്ക് 24 hours മറ്റുള്ളവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിന് ഞാനിട്ടിരിക്കുന്ന പേരാണ് നീ കല്ലെറിയാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയുവാൻ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന സമയത്തിൽ യേശു കർത്താവ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയുക എന്ന് പറഞ്ഞ സമയത്തിലേക്ക് യേശു എന്തായത് കല്ലിനും ഇടയ്ക്ക് ഒരു അല്പം ടൈം യേശുവിന്റെ ഒരു ഇടപെടൽ. യേശു എറിയാൻ സമ്മതിച്ചില്ല, യേശു എറിയാൻ കൂട്ടുനിന്നില്ല, യേശു എറിയാൻ ഒപ്പം നിന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ചില കുടുംബങ്ങൾക്കെതിരായിട്ട് നീ ഡെയിലി കല്ലെറിയപ്പെടുമ്പോ, ചില വ്യക്തികൾക്കെതിരായിട്ട് നീ ഡെയിലി കല്ലെറിയപ്പെടുമ്പോ, ചില സ്വന്തക്കാർക്ക് വേണ്ടി ഡെയിലി നീ കല്ലെറിയപ്പെടുമ്പോ മറക്കരുത്, നിന്റെ തലമുറയുടെ മേലൊരു അനുഗ്രഹത്തിന്റെ തടസ്സമാണത്. യേശു കർത്താവ് കല്ലെറിയുവാൻ ഉത്സാഹിപ്പിക്കുന്നവനല്ല, കല്ലെറിയുന്നവരെ തടസ്സപ്പെടുത്തുന്നവനാണ് യേശു. കല്ലെറിയുന്നവരെ ശാസിക്കുന്നവനാണ് യേശു. ഹല്ലേലൂയ. ആമേൻ. 24 hours മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ഭവനത്തിൽ നടക്കപ്പെടുന്നത് കല്ലെറിയലാണ്. സ്വതം നിന്റെ അയൽവാസിക്കെതിരായിട്ട് നീ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അയൽവാസിക്കെതിരായിട്ട് നീ അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പം സ്വരച്ചേർച്ചയില്ലാത്ത വ്യക്തിക്കെതിരായിട്ട് അനാവശ്യം നീ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുകയാണ്, നിന്റെ ജോലി കല്ലെറിയലാണ്. ഹല്ലേലൂയ. കല്ലെറിയലാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു കല്ലെറിയാൻ കൂട്ടുനിൽക്കുന്ന വ്യക്തിയല്ല, കല്ലെറിയുന്നവനെ ശാസിക്കുന്നവനാണ്. പലപ്പോഴും ഞാനും കല്ലെറിഞ്ഞു പോയിട്ടുണ്ട്. ചില വ്യക്തികൾക്കെതിരായിട്ട് ചില വ്യക്തികൾക്കെതിരായിട്ട് എപ്പോഴും കുറ്റം പറയുന്ന ശീല, കുറ്റം പറയുന്നവൻ പിശാചാ. സ്തോത്രം. ഇനി നമ്മുടെ കുടുംബങ്ങൾക്കകത്തിലേക്ക് നമുക്ക് വരാം. 24 hours സ്തോത്രം ഭർത്താവിനെ കുറ്റം പറയുന്ന സ്ത്രീകളുണ്ട്. ഹല്ലേലൂയ. നാക്കെടുത്തു കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ എത്ര വിധത്തിൽ താഴ്ത്തിക്കട്ടം, ഒരുപക്ഷെ എത്ര വിദ്യാസമ്പന്നനെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വകതിരിവ് എന്നുള്ള ആ ഒരാശയം ഇല്ലാത്തിടത്തോളം കാലം, എത്ര വലിയ ആത്മീകനെന്നോ പറഞ്ഞാലും ശരി തന്നെ, വകതിരിവില്ലാത്തിടത്തോളം കാലം ഒരുപക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശാസിച്ചു എന്ന് വരാം. പരിശുദ്ധാത്മാവ് നമ്മളെ നേർമാർഗത്തിൽ കൊണ്ടുപോയി നിരിക്കപ്പെടാം. നിന്റെ കുടുംബത്തിലെ വ്യക്തിക്കെതിരായിട്ട് തന്നെ
24 മണിക്കൂറും വരുന്നവനെയും പോകുന്നവനെയും പിടിച്ചു നിർത്തി കുറ്റം പറയപ്പെടുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, നിന്റെ ജോലി കല്ലെറിയലാണ്. നിന്റെ തലമുറകളുടെ അനുഗ്രഹത്തെ നീ ബ്ലോക്ക് ചെയ്യുകയാണ്. നിന്റെ തലമുറകളുടെ നന്മയെ നീ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. ആമേ കുടുംബാന്തരീക്ഷത്തിന്റെ നന്മയെ അടുത്ത തലമുറകളുടെ മേൽ വ്യാപരിക്കേണ്ട അനുഗ്രഹത്തെ നീ തടസ്സപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബന്ധങ്ങൾക്കെതിരായി, സ്വന്തങ്ങൾക്കെതിരായി 24 മണിക്കൂറും കുറ്റപ്പെടുത്തി സ്വന്തം ജീവിത സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തി, സ്വന്തം നന്മകളെ കുറ്റപ്പെടുത്തി നടക്കപ്പെടുമ്പോൾ നീ പറ, നാക്കുകൊണ്ട് നിനക്ക് ചിലരൊക്കെ കൈ കൊണ്ടെറിയുന്നെങ്കിൽ ഞാൻ 24 മണിക്കൂർ എൻ്റെ ഭർത്താവിനെതിരായിട്ട് നാക്കുകൊണ്ട് കല്ലെറിഞ്ഞ് അങ്ങേർക്ക് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്കെതിരായിട്ട് നാക്കുകൊണ്ട് കല്ലെറിഞ്ഞ് ഞാൻ അവളെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കൾക്കെതിരായിട്ട് നാക്കുകൊണ്ട് കല്ലെറിഞ്ഞ് ഞാൻ ആ മക്കളെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എന്റെ മാതാപിതാക്കൾക്കെതിരായിട്ട് നാക്കുകൊണ്ട് കല്ലെറിഞ്ഞ് ഞാൻ അവരെ മുറിവേൽപ്പിക്കുകയാണ്. നീ ഏൽപ്പിക്കപ്പെട്ട മുറിവിന്റെ മധ്യത്തിലേക്ക് നിന്റെ രോഗശാന്തിക്ക് അത് തടസ്സമാണ്. നിന്റെ അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ അത് തടസ്സമാണ്. ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ഒരു അനുഗ്രഹത്തെ തരുവാൻ അത് തടസ്സമാണെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഒരിക്കൽ കൂടി പറയാം, രോഗശാന്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നീ രോഗിയായിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ 24 മണിക്കൂറും മറ്റുള്ളവരെ അപമാനിച്ചും അവർക്കെതിരായിട്ട് അപരാധം പറഞ്ഞും അവരെ സ്തോത്രം വാക്കുകൊണ്ട് വേദനിപ്പിച്ചും അവരെ സ്തോത്രം തമ്മിലടിപ്പിച്ചും ഹല്ലേലൂയ കല്ലെറിയലാണെന്നൊരു ജോലിയെങ്കിൽ ഈ ദിവസത്തിൽ നിന്റെ രോഗശാന്തിക്ക് തടസ്സമായി നിൽക്കപ്പെടുന്നത് മറ്റൊന്നുമല്ല, കല്ലെറിയൽ നിർത്ത. ഇനി ഞാൻ നാവ് കൊണ്ട് കൊരള പറയത്തില്ല. ഈ നാവ് ദൈവത്തിന് സ്തുതി പറയാനുള്ളതാണ്, സ്തോത്രം പറയാനുള്ളതാണ്. ഞാൻ അതേ ചെയ്യപ്പെടത്തേ ഉള്ളൂ. ഞാനായിട്ട് ഇനി ഒരാളുടെ മനസ്സിനെ ഞാൻ മുറിവേൽപ്പിക്കത്തില്ല. ഒരു വ്യക്തി ഒറ്റയ്ക്ക് കല്ലെറിയില്ല എങ്കിൽ പറയാം മട്ടനാണെന്ന് പറയും. കാരണം സ്തോത്രം ഒറ്റയ്ക്ക് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. കേൾക്കാൻ 10 ചെവി തുറന്ന് ഉണ്ടെങ്കിലാണ് ചിലർക്ക് എറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ വേണ്ടിയിട്ട് ചിലർ ചെവിയും തുറന്ന് അടുക്കൽ വന്ന് സ്വത്രം നിൽക്കപ്പെടുമ്പോഴായിരിക്കപ്പെടാം ഈ കല്ലേറെന്ന് പറയപ്പെടുന്ന ആ രീതി അങ്ങ് വർദ്ധിച്ചു വരുന്നത്. ഇന്നുകൊണ്ട് നിർത്തിക്കോളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നുകൊണ്ട് നിർത്തിക്കോളണം. ഇന്നുകൊണ്ട് ദൈവമക്കളെ ഇത് കേട്ടെന്റെ അനുഗ്രഹത്തെ നശിപ്പിക്കത്തില്ല. ഷാജി ബ്രദർ ഞായറാഴ്ച പ്രസംഗിച്ചതാണ്. ഹല്ലേലൂയ. എനിക്ക് ഇച്ചിരി കേൾക്കാൻ ഇൻട്രസ്റ്റ് കൂടുതലുള്ള വ്യക്തിയാണ്. കേട്ടാ എന്റെ അനുഗ്രഹം പോകുമെന്ന്. എറിയുന്നവന് മാത്രമല്ല, എറിയാൻ കൂട്ടു നിൽക്കുന്നത് തെറ്റാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ നാളുകൾ കല്ലെറിയാൻ തുടങ്ങുന്നതിന്റെ മധ്യത്തിലേക്ക് നീ പോകരുത്. കല്ലെറിയുന്നവരെ നീ തിരുത്തി വിടുക.